ചാപ്റ്റർ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ്. മക്കളുമാരെ, നമ്മൾ ഓണത്തിന് മുന്നുള്ള എല്ലാ ചാപ്റ്ററുകളും ഒരുവിധം നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? നോട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ പ്രിപ്പയർ ആക്കി നിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്കൂൾ ഇപ്പൊ നമുക്ക് സ്കൂൾ അടച്ചിരിക്കുകയല്ലേ? സ്കൂൾ നമുക്ക് ഉടൻ തന്നെ തുറക്കും എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം ഇത്രയും നാളില് നിങ്ങൾ സ്കൂളിൽ പോകാതെ നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി നിങ്ങളെ സഹായിച്ചത് ആരാണ്? ഞങ്ങളെ പോലുള്ള അധ്യാപകർ ഓൺലൈൻ ക്ലാസ് എടുത്താണ് നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഞങ്ങളുടെ സഹായം നിങ്ങളുടെ അടുത്തെത്തുന്നതിനോടൊപ്പം തന്നെ പിന്നെ ആരും കൂടി നിങ്ങൾക്ക് ഇതിനു വേണ്ടി ശ്രമിച്ചു പഠിക്കുന്നതിന് വേണ്ടി? സ്കൂളിലെ അധ്യാപകരുണ്ടായിരുന്നു നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട്? ചിലയിടത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഒരു പരിധി വരെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നു അല്ലെ? അവര് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ അല്ലെ? ഓൺലൈൻ ക്ലാസ് വഴിയാണല്ലോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ, ഇതിനെല്ലാം ഉപരിയായിട്ട് പഠിക്കണം എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായത് ശ്രമിച്ചിട്ടാ? നിങ്ങൾ തന്നെ ശ്രമിച്ചിട്ടാണ് അല്ലേ? അപ്പം നിങ്ങൾ എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? ഒന്ന് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നതും നമ്മളുടെ ഇന്നത്തെ പുതിയ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതും പരിശ്രമിക്കുന്നവരെ പറ്റിയാണ്. നമ്മൾക്ക് ഏതൊരു വിജയം നേടണമെങ്കിലും നമ്മൾക്ക് എന്ത് വേണം? നമ്മളുടെ ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം. നമുക്ക് വെറുതെ അങ്ങ് ജയിച്ച് മുന്നേറാനായിട്ട് കഴിയില്ല. നമ്മൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? കുറച്ച് പഠിക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങളുടെ ഓരോ പഠനങ്ങളും, നിങ്ങൾ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. ഇനി 8, 9 അങ്ങനെ ഓരോ ചുവടുകളും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ രീതിയിൽ അതിന് തക്ക നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ചാപ്റ്റർ ഇവിടുത്തെ നമ്മൾ ഇന്ന് പഠിക്കുന്നതും ഒരു കവിതയാണ്. ആ കവിതയുടെ പേരാണ് കോശിഷ് കർണേ വാലോങ്കി. അതായത് കോശിഷ് കർണ, കോശിഷ് എന്ന് വെച്ചാൽ പരിശ്രമിക്കുക എന്നാണ് മീനിങ്. കോശിഷ് കർണേ വാലോങ്കി, അതായത് പരിശ്രമിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ഈ കവിതയിൽ പഠിക്കുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് ഹരിവംശ് റായ് ബച്ചൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. ഹരിവംശ് റായ് ബച്ചൻ എന്ന് പറയുന്നത് ഹിന്ദിയിലെ പല കവിതകളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹിന്ദിയിലെ എഴുത്തുകാരനാണ് ഹരിവംശ് റായ് ബച്ചൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ സിനിമാ നടനില്ലേ, നമ്മളുടെ ആക്ടറായിട്ടുള്ള അമിതാഭ് ബച്ചൻ ഇല്ലേ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ ഹരിവംശ് റായ് ബച്ചൻ എന്ന് പറയുന്ന ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പിതാവാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു വളരെ വലിയ കവിയായിരുന്നു. ഓക്കെ, അപ്പൊ ഹരിവംശ് റായ് ബച്ചന്റെ കോശിഷ് കർണേ വാലോങ്കി എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ കവിതയിലേക്ക് കടക്കാം. ഇനി എന്താണ് ഈ കവിതയിൽ പറയുന്നത് എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് എടുത്തോളൂ. നിങ്ങൾ ഈ ഓരോ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾ ടെക്സ്റ്റ് കൂടി നിങ്ങളുടെ കയ്യിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമം. ഓക്കെ, അപ്പൊ നോക്കിയോട്ടെ. അതെ, ഇതാണ്ട് നോക്കിക്കോളൂ. കോശിഷ് കർണേ വാലോങ്കി, ഹരിവംശ് റായ് ബച്ചൻ. എന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ചെറിയൊരു സൂചന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നും വലിയ രീതിയിൽ പഠിക്കാനില്ല, എന്നിരുന്നാലും ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കോശിഷ് കർണേ വാലോങ്കി എന്ന് വെച്ചാൽ പരിശ്രമിക്കുന്നവർ. ഇനി അതിന്റെ സൈഡിലായിട്ട് കൊണ്ടോ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തേക്കുന്നേ. ഒരു 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ 4 പേരെ ആരൊക്കെയാണ് ഇവരെന്ന് അറിയാമോ? എവിടെയെങ്കിലും ഇവരെ പറ്റി കേട്ടിട്ടോ കാണുകയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തേക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തേക്കുന്നത് ഇള സജാനി എന്ന് പറയുന്ന ഒരു പെയിന്ററാണ്. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു പെയിന്ററാണ്. ഇള സജാനി എന്ന് പറയുന്നത്. അവരുടെ കൈ, ജന്മന അവരുടെ കൈ, ഒരു കൈ അവർക്കില്ല. പിന്നീട് മറ്റേ കൈക്ക് സ്വാധീനവുമില്ല, വളരെ വലിയ സ്വാധീനമൊന്നുമില്ല. അങ്ങനെയുള്ള അവര് ഇപ്പം ഇന്ത്യ അറിയുന്ന വളരെ പ്രശസ്തയായ ഒരു പെയിന്ററാണ്. ചിത്രങ്ങൾ വരച്ച് പെയിന്റ് ചെയ്യുന്നുണ്ട്. അവർ എന്തുകൊണ്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് വെച്ചാൽ അവരുടെ കാലുകൾ കൊണ്ടാണ്. അവർ ഇടത് കാല് കൊണ്ടാണ് അവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത്, പെയിന്റ് ചെയ്യുന്നതും ഒക്കെ. ഇള സജാനി എന്ന് പറയുന്നത് ഗുജറാത്തുകാരിയാണ്. ഓക്കെ, അടുത്ത ചിത്രം കൊടുത്തേക്ക് നോക്കിയേ. ഒരു പുതിയ കാലൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരാൾ ഓടുന്നു, ഒരു അത്ലറ്റ് ആണത് കേട്ടോ. റിച്ചാർഡ് വൈഡ് ഹെഡ് എന്ന് പറയും. റിച്ചാർഡ് വൈഡ് ഹെഡ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാല് മുട്ടിന് താഴോട്ട്, ഒരു കാലിന് മുട്ടിന് താഴെ ഇദ്ദേഹം 2 കാലുകളും വെച്ചുകൊണ്ടാണ്, ഇദ്ദേഹത്തിന്റെ 2 കാലുകൾക്ക് താഴോട്ട്
ഇല്ല, മുട്ട് വരേ ഉള്ളൂ, അതിന് താഴേക്കില്ല. അപ്പൊ അത് 2 കൃത്രിമ കാലുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം അത്ലറ്റിൽ പങ്കെടുക്കുന്നുള്ളൂ. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു നീന്തൽ പരിശീലിക്കുന്ന ആളാണ്. അതേപോലെ പിന്നെ 2012 ഈ പാരാ ഒളിമ്പിക്സിൽ സ്വർണം ഇദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്. അപ്പൊ 2012 പാരാ ഒളിമ്പിക്സിൽ ഇദ്ദേഹത്തിന് സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഒരു നീന്തൽ പരിശീലകനൊക്കെയാണ്. അപ്പൊ ഇത്രയും നിലയിലൊക്കെ എത്തണമെങ്കിൽ, ഇത്രയും വലിയൊരു പദവിയൊക്കെ എത്തണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം പരിശ്രമിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചിത്രം കൊടുത്തേക്കുന്നത് ഇദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം നമ്മളോട് എല്ലാവരോടും വിട പറഞ്ഞു പോയത് അല്ലേ? ആരാണത്? സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ്. ഇദ്ദേഹത്തിനെ നമ്മൾ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? ഇദ്ദേഹം എന്താണ്, ഒരു ഫിസിക്സ് സയന്റിസ്റ്റ് ആണ്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് എന്താണ്, ചലനശേഷിയില്ല. ഇദ്ദേഹത്തിന്റെ കാലുകൾക്കും കൈകൾക്കും ഒന്നും തന്നെ ചലനശേഷിയില്ല. ഓക്കെ, അപ്പൊ അത്രത്തോളം ചലനശേഷി ഇല്ലാതിരുന്ന ഇദ്ദേഹം ഇത്രയും ലോകം അറിയുന്ന ഒരു സയന്റിസ്റ്റ് ആവണമെങ്കിൽ എത്രത്തോളം പരിശ്രമിച്ചു എന്ന് നിങ്ങൾ മനസ്സിലോക്കുക. അടുത്ത ചിത്രം കൊടുത്തേക്കുന്നതോ, ഇത് ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിക്കോളാസ് ജെയിംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് 2 കൈകളും 2 കാലുകളും ഇല്ല. ഇദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹം മോട്ടിവേറ്റർ ആണ്. അതായത് ഇദ്ദേഹത്തിന്റെ കാലുകളും കൈകളും ഒന്നും ഇദ്ദേഹത്തിന് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ഒരു പ്രഭാഷകനായിട്ട് മാറുകയാണ്. അതായത് മറ്റുള്ളവര് ഈ കുറവുകളൊന്നും തന്നെയല്ല, നമുക്ക് ഈ കുറവുകളൊക്കെ നമ്മളെ എല്ലാത്തിലേക്കും ഉയർത്തിക്കൊണ്ടുപോകാൻ എല്ലാവരെയും സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മോട്ടിവേഷൻ നൽകുന്നതാണ് ഇദ്ദേഹത്തിന്. ഇപ്പൊ ലോകം അറിയുന്ന ഒരു മോട്ടിവേറ്റർ ആണ് നിക്കോളാസ് ജെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെയൊക്കെ ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പരിശ്രമിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് ഈ പരിശ്രമത്തിലൂടെ ഇവിടേക്ക് എത്തിയത്? എന്തൊക്കെയാണ് നമ്മൾ പരിശ്രമിക്കുക? അപ്പൊ നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു ലക്ഷ്യം, നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യുക? അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പാഞ്ഞു പോവുക, അത് പരിശ്രമിക്കുക. ഓക്കെ, ഇനി ഹരിവംശ് റായ് ബച്ചനെ കുറിച്ച് കൊടുത്തേക്കുന്നു. ഹിന്ദി കവിതാ के क्षेत्र में छायावादी कवि तथा हालावाद के प्रवर्तक पूरा नाम हरिवंश റായ് ശ്രീവാസ്തവ് ബച്ചൻ. ഹിന്ദി കവിതയിലെ ഛായാവാദി എന്ന് പറയുന്ന കാവ്യധാരയിലുള്ള ഒരു കവിയാണ് ഇദ്ദേഹം. അതേപോലെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത് ഹരിവംശ് റായ് ശ്രീവാസ്തവ് ബച്ചൻ എന്നാണ്. ഇദ്ദേഹം അതുപോലെ 1976 പത്മഭൂഷൺ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് കുറച്ച് രചനകളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. മധുശാല, മധുബാല, മധുകൽശ, നിശ, നിമന്ത്രൺ ആദി പ്രമുഖ രചന തുടങ്ങിയവർക്ക് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥകൾ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആത്മകഥ 4 ഭാഗവുമേ പ്രകാശിതേ. 4 ഭാഗങ്ങളായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തത്. ക്യാ ഭൂലും ക്യാ യാദ് കരും, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഓരോ ഭാഗങ്ങളുടെ പേരാണ് കേട്ടോ. नींद का निर्माण फिर बड़े से दूर 10 द्वार से सोपान तक, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ എന്താണ് ആത്മകഥയുടെ പേരാണ്. ഇനി നോക്കിയോ, ചിത്ര കെ വ്യക്തിയോं को पहचाने ये किन किन के क्षेत्रों में मशहूर है. ചിത്രത്തിലെ വ്യക്തികളെയൊക്കെ നിങ്ങൾക്കറിയാവോ, ഇവർ ഏതൊക്കെ നിലയിലാണ് പ്രശസ്തരായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ ഇവർക്ക് ഏത് നിലയിലാണ് പ്രശസ്തരായിട്ടുള്ളതെന്ന്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഓക്കെ, ഹരിവംശ് റായ് ബച്ചന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് എന്ത്, കോഷിഷ് കർണെ വാലുങ്കി. കോഷിഷ് കർണ എന്ന് വെച്ചാൽ എന്താണ്, പരിശ്രമിക്കുക. ഓക്കെ, നോക്കിക്കോളൂ നമ്മുടെ കവിതയിൽ എന്താണ് കൊടുത്തേക്കുന്നത്, എങ്ങനെയായിരിക്കണം നമ്മളുടെ പരിശ്രമം, എന്തൊക്കെയാണ് പരിശ്രമിക്കേണ്ടത്. ഈ കവിത പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഊർജം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ലഹറോं से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती, नन्ही चींटी जब दान लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है, मन का विश्वास रेंगों में सासक भरता है, मन का विश्वास रेंगों में सासक भरता है, चढ़कर गिरना गिरकर चढ़ना न अखरता, आखिर उसकी मेहनत बेकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. നോക്കിക്കോളൂ, ലഹറോं से डरकर नौका पार नहीं होती. ലഹർ എന്ന് വെച്ചാൽ തിരമാല. ലഹറോं से डरकर, ധർണ എന്ന് വെച്ചാൽ എന്താ, ഭയക്കുക. ഇനി നൗക്ക എന്ന് വെച്ചാൽ വഞ്ചി. പാർ കർണ എന്ന് വെച്ചാൽ എന്താണ്, എതിർവശത്തേക്ക് കടക്കുക, നീന്തി കടക്കുക എന്നാണ് പറയുന്നത്.
അതായത് ലഹരോം സെ ഡർക്കർ നൗക പാർ നഹീ ഹോത്തി, തിരമാലയെ ഭയന്നുകൊണ്ട്, തിരമാലയെ പേടിച്ച് എന്താണ് നമ്മളുടെ നൗക വഞ്ചിക്ക് അപ്പുറം കടക്കാൻ കഴിയാതിരിക്കില്ല. പിന്നെയോ കോഷിഷ് കർണേ വാലോങ്കി കബി ഹാർ നഹീ ഹോത്തി, കോഷിഷ് കർണേ വാലോങ്കി പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകില്ല. അതായത് പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകില്ല. കബി ഹാർ നഹി ഹോത്തി, കബി എന്ന് വെച്ചാൽ ഒരിക്കലും, ഹാർ എന്ന് വെച്ചാൽ എന്താണ് ഭയം. അതായത് പരിശ്രമിക്കുന്നവർക്ക് എന്താണ് ഒരിക്കലും ഒരു പേടിയോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, അവർക്ക് ഒരു പരാജയവും ഉണ്ടായിരിക്കുകയില്ല. നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ എന്താണ് നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് കവി പറയുന്നത്. ലഹരോം സേ ഡർക്കർ നൗക പാർ നഹീ ഹോത്തി, തിരമാലകളെ പേടിച്ച് എന്താണ് വഞ്ചി പോകാതിരിക്കുകയില്ല. തിരമാലയെ പേടിച്ചു കടലിലോട്ട് വഞ്ചി പോകാതിരിക്കുവോ? ഇല്ല. തിരമാല ഉണ്ടെങ്കിൽ എന്താ വഞ്ചി അങ്ങ് പോവുകയല്ലേ. വഞ്ചിക്ക് പേടിയാണോ തിരമാലയിൽ പെട്ടുപോകുമെന്നുള്ള ഭയമുണ്ടോ വഞ്ചിക്ക്? ഇല്ല. ഇനിയോ നന്നി ചീണ്ടി ജബ് ദാൻ ലേക്കർ ചലത്തി ഹൈ, ചലത്തി ദീവാരോ പർ സൗ ബാർ ഫിസൽത്തി ഹൈ. ഇനി പറയുകയാണ് നന്നി ചീണ്ടി. നന്നി എന്ന് വെച്ചാൽ ചെറുത്, ചെറിയ ഉറുമ്പ്. ചീണ്ടി എന്ന് വെച്ചാൽ ഉറുമ്പ്, ചെറിയ ഉറുമ്പ്. ജബ് ദാൻ ലേക്കർ ചലത്തി ഹൈ, ഒരു ധാന്യവുമായിട്ട് പോകുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ ഉറുമ്പുകൾ? അതിലെടുക്കാൻ പറ്റുന്നതിന് വലിയ ധാന്യവുമായിട്ടായിരിക്കും അത് പോകുന്നത് അല്ലേ? ഉറുമ്പിനേക്കാൾ വലിയ വലിപ്പമുള്ളതുപോലെ ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ പറയുകയാണ് നന്നി ചീണ്ടി ജബ് ദാൻ ലേക്കർ ചലത്തി ഹൈ, ചെറിയ ഉറുമ്പ് എപ്പോഴാണോ ഈ ധാന്യവുമായി പോകുന്നത് അപ്പോഴെന്ത് സംഭവിക്കും? ചട്ടി ദീവാരോ പർ സൗ ബാർ ഫിസൽത്തി ഹൈ, ചട്ടി ദീവാരോ പർ, ചുമരിലൂടെ കയറുമ്പോഴ്, ദീവാർ എന്ന് വെച്ചാൽ ചുമർ, ചുമരിലൂടെ കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സൗ ബാർ ഫിസൽത്തി ഹൈ, 1000 തവണ അത് വീഴുന്നു. 100 തവണ അത് താഴേക്ക് വീഴുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറുമ്പ് ഇങ്ങനെ ചെറിയ അരിമണിയുമായിട്ടൊക്കെ പോകുമ്പോ എന്താ അതിന് നടക്കാനൊന്നും അധികം പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കയ്യിൽ നിന്ന് താഴെ പോകും. അത് പിന്നെയും അതെന്ത് ചെയ്യും? അതെടുത്തുകൊണ്ട് വീണ്ടും അത് കയറും. അങ്ങനെ ഓരോ ചുവരിലൂടെ കയറി പോകുന്ന കണ്ടിട്ടില്ലേ? അതിനെടുക്കുന്നതിന് വലിയ ഭാരം അതിങ്ങനെ ചുവന്നുകൊണ്ട് പോകുമ്പോൾ അത് താഴെ വീഴും. അത് താഴെ വന്ന് വീണ്ടും എടുക്കും, പിന്നെയും താഴെ വീഴും. അങ്ങനെ അങ്ങനെ ആണ് ഈ ഉറുമ്പ് ഇതിന്റെ ധാന്യമായിട്ട് പോകുന്നത്. ചട്ടി ദീവാരോ പർ സൗ ബാർ ഫിസൽത്തി ഹൈ, അതായത് ചുമരിലൂടെ കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സൗ ബാർ ഫിസൽത്തി ഹൈ, സൗ എന്ന് വെച്ചാൽ 100 തവണ അത് വീഴുന്നു. ഇനിയോ मन का विश्वास रंगों में साहस बढ़ता है, चढ़कर गिरना गिरकर चढ़ना न अघरता है. ഇനി പറയുകയാണ് കവി मन का विश्वास रंगों में साहस बढ़ता है. എന്നിട്ടോ मन का विश्वाസം, मन എന്ന് വെച്ചാൽ മനസ്സ്, മനസ്സിൽ വിശ്വാസം നിറച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? സാഹസ് വർത്താ ഹേ, അത് മുന്നോട്ട് പോകുന്നു. സാഹസികമായിട്ട് അത് മുന്നോട്ട് പോകുന്നു. മനസ്സിൽ അതിന് വിശ്വാസമുണ്ട്. എന്ത്? ഈ അരിമണി അത് ചുവന്ന് അത് എത്തിക്കേണ്ട സ്ഥലത്ത് അത് എത്തിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് അത് പിന്നെയും മുന്നോട്ട് പോകും. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അതിയായ ആഗ്രഹം ചെലുത്തുമ്പോൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോകുക. അതിൽ പല വീഴ്ചകളും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും എന്ത് ചെയ്യുക? മനസ്സിന് വിശ്വാസം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോവുക. അപ്പൊ കവിയും അത് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ മനസ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ മുന്നിലേക്ക് എത്തും. ഇനി അടുത്തതോ ചട്ട് ഗിർന ഗിർകർ ചട്ന ന അഘർതാ ഹെ, ചട്കർ ഗിർന കയറുമ്പോൾ വീഴുക. പിന്നെയോ ഗിർകർ ചട്ന വീണിട്ട് വീണ്ടും കയറുക. ന അഘർതാ ഹെ, ഇതൊന്നും അതിന് മോശമായി തോന്നില്ല. അഘർത എന്ന് വെച്ചാൽ എന്താണ്? മോശം. അതായത് ഇതൊന്നും ഈ വീണിട്ട് എന്താണ് എടുത്തോണ്ട് പോവുക, പിന്നെയും വന്നെടുക്കുക, അങ്ങനെ ചെയ്യുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ അതൊന്നും വളരെ മോശമായിട്ട് ആ ഉറുമ്പിന് തോന്നുന്നതേ ഇല്ല. അതാണ് പറയുന്നത് ചട്കർ ഗിർന, കയറുമ്പോൾ വീഴുക. പിന്നെയോ ഗിർകർ ചട്ന, ഇനി വീണിട്ട് വീണ്ടും കയറുക. ഗിർന എന്ന് വെച്ചാൽ വീഴുക. എന്നിട്ടോ ന അഘർതാ ഹെ, ഇതൊന്നും മോശമായി അതിന് തോന്നുന്നില്ല. ഈ ഉറുമ്പിന് തന്റെ ധാന്യം ഇവിടെ നിന്നും എടുത്ത് ചുവരിലോട്ട് പോകുമ്പോൾ അതും താഴെ വീഴുന്നു. അത് വീണിട്ട് അത് എടുത്തുകൊണ്ട് വീണ്ടും കയറുന്നു, അപ്പോഴും വീഴുന്നു. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ അത് ഒരിക്കലും ഒരു മോശമായിട്ട് ആ ഉറുമ്പിന് തോന്നുന്നതേ ഇല്ല. എന്ന് വെച്ചാൽ എന്താണ്? കവി പറയുകയാണ് നമ്മളൊരു
നമ്മൾ എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് പല വീഴ്ചകളും ഉണ്ടായിരിക്കും. അത് വളരെ മോശമായിട്ട് കണ്ട് ഇനി എന്നെ കൊണ്ട് പറ്റില്ല, നാണക്കേടാണ്, അല്ലെങ്കിൽ ഇനിയും എനിക്ക് വയ്യ എന്ന് നമ്മൾ വിചാരിച്ച് പുറകോട്ട് പോകാതെ എന്ത് ചെയ്യുക, ഉറുമ്പിനെ പോലെ നമ്മൾ മുന്നിലേക്ക് എത്തുക. നമ്മൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നോ അത് നമ്മളുടെ അടുത്തെത്തുമെന്നാണ് കവി പറയുന്നത്. ആരാണ് കവി? ആ കവി ഹരിവംശ് റായ് ബച്ചൻ. आखिर उसकी मेहनत बेकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. ആഖിർ ഉസ്കി മെഹനത് ബേക്കാർ നഹി ഹോത്തി. ആഖിർ എന്ന് വെച്ചാൽ അവസാനം. അവസാനം എന്താണ്? ഉസ്കി മെഹനത് ബേക്കാർ നഹി ഹോത്തി. ആ ഉറുമ്പിന്റെ പരിശ്രമം എന്താണ്? പ്രയോജനമില്ലാതെ തീരുന്നില്ല അല്ലേ? അവസാനം ആ ഉറുമ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് പോകുന്നില്ലേ? അത് ആ ഉറുമ്പ് ആ ചെറിയ ധാന്യമായിട്ട് പോകുമ്പോൾ അതിന്റെ ആ പ്രവർത്തനം എന്ന് പറയുന്നത് പരാജയപ്പെടുന്നുണ്ടോ? ഇല്ല. ആ ഉറുമ്പ് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും അതിന്റെ ധാന്യമണി അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും. അവസാനം എന്ത് സംഭവിക്കുന്നു? കവി പറയുകയാണ് ആഖിർ ഉസ്കി മെഹനത്ത്. മെഹനത്ത് എന്ന് വെച്ചാൽ പരിശ്രമം. അതിന്റെ പരിശ്രമം എന്താണ്? ബേക്കാർ നഹി ഹോത്തി. അതൊരിക്കലും പ്രയോജനമില്ലാതെ പോകുന്നില്ല. പിന്നെയോ കോഷിഷ് കർണേ വാലോങ്കി കബി ഹാർ നഹി ഹോത്തി. പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകുന്നില്ല. പരിശ്രമിക്കുന്നവർക്ക് എന്താണ്? ഒരിക്കലും പരാജയം ഉണ്ടാകുന്നില്ല. അപ്പൊ കവി പറയുകയാണ് നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്താണ്? വിജയമേ എത്തത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ധാന്യമണിയുമായി പോകുന്ന ഒരു ഉറുമ്പിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം നമ്മൾ മുന്നിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് നോക്കിക്കോളൂ. असफलता एक चुनौती है, इसे स्वीकार करो, क्या कभी रह गई देखो और सुधार करो. അസഫലത ഏക് ചുനൗതി ഹെ. പരാജയം എന്ന് പറയുന്നത് എന്താണ്? അസഫലത എന്ന് വെച്ചാൽ പരാജയം. പരാജയം എന്താണ്? ഏക് ചുനൗതി ഹെ, ഒരു വെല്ലുവിളി നിറഞ്ഞതാണ്. പരാജയം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണല്ലേ? ഇസെ സ്വീകാർ കറോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരിടണം. ഈ പരാജയത്തിനെ നമ്മൾ നേരിടണം. പരാജയത്തിനെ നേരിടുക എന്ന് വെച്ചാൽ എന്താണ്? വിജയത്തിലേക്ക് എത്താൻ ശ്രമിക്കുക, പരിശ്രമിക്കുക അല്ലെ? അസഫലത ഏക് ചുനൗതി ഹെ, പരാജയം ഒരു വെല്ലുവിളിയാണ്. പിന്നെയോ ഇസെ സ്വീകാർ കറോ, ഇതിനെ നേരിടും. ക്യാ കമി രഹ് ഗയി ദേഖോ ഓർ സുധാർ കരോ. നമ്മൾ എന്ത് ചെയ്യണം? ക്യാ കമി രഹ് ഗയി, ഇതിനെ എന്ത് ചെയ്യണം? നമ്മളിതിനെ കുറവോടെ കാണരുത്. അതായത് ഈ പരാജയത്തിനെ നമ്മൾ എന്താണ്? ഒരു കുറവായിട്ട് കാണരുത് അല്ലെ? ക്യാ കമി രഹ് ഗയി ദേഖോ ഉസേ സുധാർ കരോ. എന്ത് കുറവുണ്ടെങ്കിലും, അതായത് ഈ എന്ത് കുറവാണോ നമ്മളിലുള്ളത് ആ കുറവിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നോക്കൂ. ദേഖോ, ദേഖോ എന്ന് വെച്ചാൽ നോക്കൂ. ആ കുറവിനെ നമ്മൾ നോക്കൂ. നമ്മുടെ കയ്യിലുള്ള കുറവ് എന്താണോ ആ കുറവിനെ നമ്മൾ നോക്കൂ. എന്നിട്ടോ ഓർ സുധാർ കരോ, അതിനെ എന്ത് ചെയ്യുക? അതിനെ സുധാർ കറ. സുധാർ കറ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ കയ്യിൽ എന്താണ്? നമ്മൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് നമുക്ക് കുറവാണുള്ളത്. അപ്പം മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെ ഹിന്ദി പഠിക്കാൻ അറിയുന്നില്ല, അതുമല്ല മലയാളം വായിക്കാൻ അറിയുന്നില്ല. അപ്പം നമ്മൾ മുന്നിലോട്ട് പോകണം. എന്ത് ചെയ്യുക? അതെന്താണ്? അതെന്താണോ എന്ന് നമ്മൾ കണ്ടെത്തുക. നമ്മളുടെ നെഗറ്റീവ് എന്താണോ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? അതിനെ റീപോളിഷ് ചെയ്തെടുക്കുക. അതായത് ആ കുറവിനെ നമ്മൾ ഇല്ലാതാക്കി മാറ്റുക. എന്നുവെച്ചാൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കും. ഇപ്പം മാത്സ് അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? മാത്സ് സബ്ജക്റ്റ് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ അങ്ങനെ. അപ്പം എന്ത് ചെയ്യുക? ക്യാ കമി രഹുകി, എന്ത് കുറവാണോ നമ്മളിലുള്ള കുറവ് എന്താണോ അതിനെ എന്ത് ചെയ്യുക? അതിലേക്ക് നോക്കൂ. എന്നിട്ടോ ഓർ സുധാർ കരോ, അതിനെന്ത് ചെയ്യുക? പരിഹരിക്കൂ. जब तक ना सफल हो नींद चैन को त्यागो तुम. जब तक ना सफल हो, നമ്മൾ വിജയിക്കുന്നത് വരെ. ജബ് തക് ന സഫൽ ഹോ, നമ്മൾ വിജയിക്കുന്നത് വരെ എന്ത് ചെയ്യുക? നീന്ത് ചൈനിക്കോ ത്യാഗോ, നമ്മളിൽ വിശ്രമവും. നീന്ത് എന്ന് വെച്ചാൽ ഉറക്കവും ചൈൻ എന്ന് വെച്ചാൽ വിശ്രമം. നമ്മളിലെ വിശ്രമവും നമ്മളുടെ ഉറക്കവും ഒക്കെ എന്ത് ചെയ്യണം? ത്യാഗകരോ, ഉപേക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ത്യാഗോത്തും, നിങ്ങൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. നിങ്ങളൊരു വിജയത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഉറക്കവും നിങ്ങളുടെ വിശ്രമവും ഉണ്ടല്ലോ, നിങ്ങൾ റെസ്റ്റ് എടുക്കത്തില്ലേ, വെറുതെ ഇരുന്ന് സമയം കളയില്ലേ, അതൊക്കെ എന്ത് ചെയ്യുക? അങ്ങ് ഉപേക്ഷിച്ചേക്കുക. സംഘർഷിക്ക മൈതാൻ ചോടുക്കാർ മത് ഭാഗോത്തും. സംഘർഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സംഘർഷിക്ക മൈതാൻ ചോടുക്കാർ. മൈതാൻ ചോടുക എന്ന് വെച്ചാൽ പിന്തിരിഞ്ഞോടുക. സംഘർഷങ്ങളിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടരുത്. നിങ്ങളുടെ സംഘർഷങ്ങൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെയൊക്കെ നേരിടുക. നിങ്ങൾ പിന്തിരിഞ്ഞു ഓടരുത്. നിങ്ങൾ ഒന്നിനും നിങ്ങൾ എന്താണ്? പുറകിലേക്ക് പോകുക. നിങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുക. കുച്ച് കിയേ ബിനാ ഹി ജയ് ജയക്കാർ നഹി ഹോത്തി. കുച്ച് കിയേ ബിനാ ഹി, ഒന്നും ചെയ്യാതെ.
കൊച്ചെന്ന് വെച്ചാൽ കുറച്ചൊന്നും ചെയ്യാതെ എന്താണ് ജയ് ജയാക്കാർ നഹി ഹോത്തി, വിജയം ഉണ്ടാകില്ല. ജയ് ജയാക്കാർ എന്ന് വെച്ചാൽ വിജയം, ഉജ്ജ്വല വിജയം നിങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പൊ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഉജ്ജ്വല വിജയം. വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടുമോ? അല്ലെ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുമോ? ഇല്ല. അപ്പൊ വെറുതെ ഇരുന്നാൽ ഇതൊന്നും തന്നെ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഉറക്കം ഉപേക്ഷിക്കുക, നിങ്ങളുടെ വിശ്രമം ഉപേക്ഷിക്കുക, നിങ്ങൾ വെറുതെ ഇരുന്ന് സമയം കളയുന്നതൊക്കെ ഉപേക്ഷിക്കുക. കോശിഷ് കർണേ വാലോങ്കി കബി ഹാർ നഹി ഹോത്തി. പരിശ്രമിക്കുന്നവർക്ക് എന്താണ്? ഒരിക്കലും പരാജയം ഉണ്ടാകില്ല, ഭയവും ഉണ്ടാകില്ല. പരാജയവും ഭയവും ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല. ഓക്കെ, അപ്പം കവിത അത്രയും മനസ്സിലായല്ലോ. അതായത് കവി ഹരിവംശ റായ് ബച്ചൻ പറയുന്നതാണ് നമ്മൾ പരിശ്രമിക്കുക, അല്ലേ? നമ്മൾ പരിശ്രമിച്ച് നമ്മൾ മുന്നിലേക്ക് വരിക. ഒന്നിനും മുന്നിലും എന്താണ്? നമ്മൾ പതച്ച് നിന്ന് പോകരുത്. എന്താണോ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ കുറവുകൾ എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നികത്തി കൊണ്ടുവന്ന് മുന്നിലേക്ക് വരിക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് കുട്ടികളെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പഠിച്ചല്ലോ ഹരിവംശ റായ് ബച്ചന്റെ കോശിഷ് കർണേ വാലോങ്കി എന്ന കവിതയിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പരിശ്രമിക്കുക. നിങ്ങളുടെ വിശ്രമവും നിങ്ങളുടെ ഉറക്കവും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉപേക്ഷിക്കുക, ത്യാഗം ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. പിന്നെയോ നിങ്ങളുടെ ആ വിജയത്തിലേക്കുള്ള യാത്രാപഥത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നാണക്കേടൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ എന്ത് ചെയ്യുക? ഉപേക്ഷിച്ചിട്ട് മുന്നിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമൂഹത്തിൽ എന്താണ്? ഒരു നല്ലൊരു വ്യക്തിയായിട്ട് മാറും, അല്ലേ? ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ കവിത എന്താണ്? കോശിഷ് കർണേ വാലോങ്കി. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവരും കവിത നന്നായിട്ട് വായിച്ചു നോക്കുക. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പാഠപുസ്തകം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം, അതുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നന്ദി.